Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് അർബുദത്തിന് കാരണമാകുന്നു. എന്തു പറ്റി? നിക്ക്, ഞാൻ നോക്കട്ടെ. ആ കൈ കാണിച്ചേ. എവിടെ? ഓ മൈ ഗോഡ്. റോണി, ലിസൺ ടു മീ. റോണി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. റോണി പ്ലീസ്. എന്തു പറ്റി നിങ്ങക്ക്? ഞാൻ പറയുന്ന ഒന്ന് കേക്കുന്നേ. സർ, ഞാനാണ് സംസാരിക്കുന്നത്. സർ, ഞാൻ തിരിച്ചു കഴിഞ്ഞു. ദാദാ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരു എമർജൻസി ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് വരേണ്ടി വന്നു. യെസ് സർ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നവുമില്ല. യെസ് സർ, ഞാൻ തീർച്ചയായും വരും സർ. ആ സോറി സർ. ആ ഷോനി, നിനക്കെന്താ ഭ്രാന്താണോ പിടിച്ചേ? ഇല്ല, തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചോ? ആർ യു മാഡ്? കാണിക്ക്. പരിക്ക് എവിടാ പറ്റിയത്? എവിടെയാണെന്ന് കാണിക്കാൻ. കാണിക്ക്. നീ പറഞ്ഞ ഈ ഒരു കള്ളം കാരണം ഞാൻ ആവശ്യമില്ലാതെ ക്ലയന്റ് മീറ്റിംഗ് വിട്ടിട്ട് വന്നിരിക്കുക. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഈ മീറ്റിംഗ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാവോ നിനക്ക്? ഹായ്. ഹായ്, ഇരിക്കൂ. അല്ല, എന്താ പെട്ടെന്ന് വന്നത്? ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു, അതാ വന്നേ. ഓക്കേ, പക്ഷേ
എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ജസ്റ്റ് ഓൾഡ് മെമ്മറീസ്. നിങ്ങള് വല്ലാതെ മാറിയിരിക്കുന്നു റോണി. ഒരുപാട് മാറ്റമുണ്ട്. നിങ്ങളിപ്പോ മുമ്പത്തെ പോലെയൊന്നും അല്ല, ഒരുപാട് മാറി. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ദേവി ഇത് എന്നെ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാമല്ലോ. ഇന്ന് രാത്രി ഞാൻ വേഗം വരാം, മനസ്സിലായോ? അതിനുശേഷം ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഒരു പരിഹാരവും. നിങ്ങളുടെ ഫോൺ അടിക്കുന്നല്ലോ. ഹേയ്, അത് സാരമില്ല, കമ്പനിയിൽ നിന്നുള്ള കോളാണ്. ഓ, ബൈ ദ വേ, നീ വളരെയധികം മാറിയിട്ടുണ്ട്. മാറിയെന്ന് വെച്ച്? അതായത് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടെന്ന്. ഓ, ഓക്കെ ഓക്കെ, എനിക്കത് മനസ്സിലായി. കല്യാണത്തിന് ശേഷം ഏതൊരു പെണ്ണും കുറച്ച് തടിക്കുന്നത് സ്വാഭാവികമാണ്. ലുക്ക് ലൈക്ക് മീ. പക്ഷെ നിനക്ക് കല്യാണമായ കാര്യം നീ എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. എന്തിന്? ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്തെങ്കിലും ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളെങ്ങനെ ആയാലും ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്തിരുന്നു, പക്ഷേ കോള് പോയില്ല. ഐ മീൻ റിംഗ് ആയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു? വെയിറ്റ്, നീ മറന്നുപോയോ? നീയല്ലേ എന്റെ ഫോൺ പൊട്ടിച്ചു കളഞ്ഞത്? ഹലോ. ആ യെസ്, ഓക്കെ സർ. നോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഷട്ട് അപ്പ്, ജസ്റ്റ് ഷട്ട് അപ്പ്. നിങ്ങൾക്ക് എന്റെ കയ്യിൽ കട്ടായിട്ടുണ്ടോന്ന് നോക്കണമെന്ന് പറഞ്ഞില്ലേ? നിക്ക്, ഇപ്പൊ തന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാം. കതവ് തുറക്ക്. ദേവി, ഇത് കഥ ഒന്ന് തുറക്ക്. മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. ദേവി, ഇത് നീ കഥ ഒന്ന് തുറക്ക് പ്ലീസ്. കഥ തുറ. ശരി, ഓക്കെ, ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്നില്ല. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? ഇന്ന് മുഴുവനും ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കാം. പ്ലീസ് ദേവി, ഇത് കഥ തുറക്ക്. നിങ്ങൾ എനിക്ക് നല്ലത് ചെയ്യണമെന്നൊന്നും എനിക്കില്ല. ദിവസം മുഴുവനും ബോസ് എന്നേ പറയാനുള്ളൂ. പിന്നെ എന്തിനാ വീട്ടിലേക്ക് വരുന്ന? ഓഫീസിൽ ഇരുന്നാ പോരായിരുന്നോ? നിങ്ങൾ ജീവിക്കുന്നത് എന്റെ കൂടെയാണോ ബോസിന്റെ കൂടെയാണോ എന്ന് എനിക്കറിയാത്തത്. ഏയ്, നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാ ദേവി ഇത് പറ. നീ എന്താ അത് പറയാത്തത്? എന്റെ പ്രശ്നം എന്താണെന്ന് അറിയണോ? നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ സൂയിസൈഡ് ചെയ്യുന്ന പോലെ അഭിനയിച്ചു, അത്രേ ഉള്ളൂ. മതിയോ? നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷെ അതിനു വേണ്ടി ദിവസം മുഴുവൻ നിങ്ങളുടെ പുറകെ നടക്കേണ്ടി വരുന്നു. അതാണ് എന്റെ പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദിവസം മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുക. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ വിഷമമുള്ളത്? നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി, നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടി ഞാൻ ദിവസം മുഴുവനും കാത്തിരിക്കാറുണ്ട്, അറിയാമോ? ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിയാനാ? എന്റെ ഈ ചെറിയ ഫീലിങ്സിനൊക്കെ ഇവിടെ എന്താ വിലയുള്ളത്? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു ജോലി മാത്രം മതിയല്ലോ. നിങ്ങൾക്ക് എന്റെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എന്നെ വിട്ടിട്ട് പോണമെന്നല്ലേ? നിങ്ങളുടെ ചുമതലകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളാ റോണി. എനിക്ക് നിങ്ങളോടൊപ്പം വെറുപ്പാ തോന്നുന്നത്, മഹാവെറുപ്പ്. നിങ്ങളാണെങ്കിൽ എന്നെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല, എന്നോട് യാതൊരു സ്നേഹവും ഇല്ല. എനിക്ക് എന്റെ കരിയറാണ് വളരെ പ്രധാനം. എനിക്കിന്ന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് നിന്നും എന്റെ ഫാമിലിയിലുള്ളവരും പിന്നെ നീയും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതെനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ ഈ പോരാട്ടങ്ങളെല്ലാം? ഇതാ നോക്ക്, എനിക്ക് നിന്നെ പോലെ വീട്ടിൽ നിന്ന് ദിവസവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓഫീസിലെ ബോസിന്റെ ഉപദ്രവം, ഇവിടെ ആണെങ്കിൽ നീയും. അങ്ങോട്ടൊന്ന് മാറി നിൽക്ക്.
എനിക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനായിട്ട് ജോലി വിട്ടതല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാ ജോലി വിട്ടത്. അതുപോലെ ഞാൻ അബോർഷണം ചെയ്തത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. ഇതിനെല്ലാത്തിനും നിങ്ങളല്ലേ കാരണം. കല്യാണത്തെ കുറിച്ച് നിങ്ങൾക്ക് പേടിയാ. നിങ്ങൾ ഭീരുവാ. നിങ്ങൾ വെറും ഒരു ഭീരുവാ. അതെ, എനിക്ക് കല്യാണം കഴിക്കാനുള്ള ധൈര്യമില്ല. കുട്ടികളുണ്ടാവുന്നത് ഇഷ്ടമല്ല. ഞാനൊരു ഭീരുവാണ്. ഇപ്പൊ തന്നെ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഞാനൊരു വഴിക്കായി. എനിക്ക് നിങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്താനും സന്തോഷപ്പെടുത്താനും സാധിക്കുന്നില്ല. കുറച്ചെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണ്ടേ? ഇതിൽ കൂടുതൽ നിന്നെ സഹിക്കാനുള്ള ശക്തി എനിക്ക് തീരെയില്ല, മനസ്സിലായോ? ഈ സെക്കൻഡിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് പറയാ, നിനക്ക് എന്ത് തോന്നുന്നോ അത് ചെയ്തോ. നീ എന്ത് ചോദിച്ചാലും അത് തരാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയുള്ളത്. എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ ഒതുക്കണം. ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അന്ന് നീ എന്നോടൊന്നും പറയാതെ വീട്ടിൽ നിന്ന് പുറത്തുപോയി. ആക്ച്വലി അന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ എന്നെ തടയാൻ ആരുമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ പരസ്പര സ്നേഹം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതിനുള്ള സമയവും ഉണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ അടുത്ത് ഒട്ടും സമയവും ഇല്ല, സ്നേഹവും ഇല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നീ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. ഇല്ല, നീ ഇഷ്ടപ്പെടുന്നത് പോലെ അഭിനയിച്ചതാണോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? സ്നേഹം പോലെ അഭിനയിച്ചെന്നോ? അതിരിക്കട്ടെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? നിങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അത് ശരിക്ക് ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയും. ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞു. ഞാനിപ്പോ മറ്റൊരാളുടെ സ്വന്തമാ, മറ്റൊരാളുടെ ഭാര്യയാണ് ഞാൻ. ഇപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ ഭർത്താവ് എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഞാനും അദ്ദേഹത്തെ മാനിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ ജീവനാ. അദ്ദേഹം ഒരിക്കലും നിങ്ങളെപ്പോലെ ചുമതലകളെ കണ്ട് ഭയന്നോടിയില്ല. അദ്ദേഹം തന്റെ എല്ലാ കടമകളും നിറവേറ്റുന്നുണ്ട്. എനിവേസ്, നിങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. കാരണം നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ, നീ പറഞ്ഞത് ശരിയാണ്. ഇനി എന്നെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. എനിക്ക് നിന്നെ സന്തോഷമായിട്ട് വെക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാനും എനിക്ക് സാധിച്ചില്ല. നിന്നെ ഞാൻ ശരിക്ക് കെയർ ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല. ജീവിതകാലം മുഴുവൻ നിന്നെ കരയിപ്പിച്ചു, ശരിയല്ലേ? അല്ല റോണി, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാനും തീർച്ചയായും നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിരുന്നു. പക്ഷെ ഒരേ ഒരു വ്യത്യാസം, നിങ്ങള് എന്നോട് പ്രകടിപ്പിച്ച സ്നേഹമെല്ലാം നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കും ആവശ്യങ്ങൾ നേടാനുമായിരുന്നു. പക്ഷേ ശരിക്കും എനിക്ക് സ്നേഹം വേണ്ടിയിരുന്നപ്പോ നിങ്ങളത് എനിക്ക് തരാൻ തയ്യാറായില്ല. ശരിയല്ലേ ഇത്? നിങ്ങൾക്ക് എന്നെ ഉപേക്ഷിച്ച് പോണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് സ്നേഹത്തെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയാ ഉള്ളത്? പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ ഷോമി. മിസ്സസ് അഗർവാൾ. ആ, അതെ അതെ, മിസ്സസ് അഗർവാൾ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത്? ഞാൻ പോകും, തീർച്ചയായും ഞാൻ പോകും. ഞാൻ തിരിച്ചു വരുമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവിടെയാ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. നിങ്ങൾക്ക് ധൈര്യമില്ലാതിരുന്നത് കൊണ്ടാ ഞാൻ അബോർഷൻ ചെയ്തത്, അറിയാമോ? പക്ഷേ അബോർഷൻ ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയായിരുന്നു, എന്റെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചതുപോലുമില്ല. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനാ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്തത്.
റോണി, ഞാൻ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചു. പക്ഷേ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ? പറഞ്ഞേ, മനസ്സ് തുറന്നു പറയണം. നിങ്ങൾ എന്നെ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ നിങ്ങളുടെ ഭാവിയും. ഇത്രയും കാര്യങ്ങളുള്ളപ്പോ ഈ ഷാവുനി എങ്ങനെയാ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? പറഞ്ഞേ. അവള് മനസ്സിലുണ്ടാവില്ല. നിങ്ങൾ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിങ്ങൾക്കായി കാത്തിരിക്കുമായിരുന്നു. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. റോണി, നമ്മൾ തമ്മിലുള്ള ബ്രേക്കപ്പിന് പൂർണ്ണമായും ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് റോണി. നിങ്ങൾക്ക് മാത്രം. യു ഗെറ്റ് ദാറ്റ് ആൻഡ് അഡ്മിറ്റ് ഇറ്റ്. ഞാൻ എൻ്റെ തെറ്റ് വളരെ വേഗം തന്നെ മനസ്സിലാക്കി. ഒരു പഴഞ്ചൊല്ല് പറയാറില്ലേ, ഉള്ളപ്പോൾ അതിൻ്റെ മതിപ്പ് മനസ്സിലാവില്ലെന്ന്. നീ പോയതിനു ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. നീ ഒന്ന് ക്ഷമയോടെ ഇരുന്നിരുന്നേ, എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ, നമ്മുടെ ജീവിതവും നന്നായിരുന്നേനെ, ഞാനും സന്തോഷമായിട്ടിരുന്നേനെ. കാരണം നീയും എൻ്റെ കൂടെ തന്നെ കാണുമായിരുന്നല്ലോ. നീ ഇല്ലാത്ത ഒരു ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ കരിയറിനെ കുറിച്ച് ആലോചിച്ചതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം എനിക്ക് നഷ്ടമായത് നിന്നെയാണ്. ഇന്ന് എൻ്റെ കരിയറിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുക. പക്ഷേ ഇപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. എന്ന് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയോ, അന്ന് നഷ്ടപ്പെട്ടതാണ് എൻ്റെ ജീവിതവും. ഇപ്പം മനസ്സ് തുറന്ന ഒരു കാര്യം നിന്നോട് പറയാൻ പോവാ. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നിന്നെ കുറേയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഹൗസ് വൈഫ് ഒറ്റയ്ക്കായാൽ എന്തായിരിക്കും ഫീലിംഗ് എന്ന്. നമ്മുടെ ജീവിതത്തിനൊരു ചെറിയ ബ്രേക്ക് ആവശ്യമായിരുന്നു. അതൊരു ഇൻസ്റ്റന്റ് ബ്രേക്കപ്പാണ്. എനിക്കറിയാം ഇത് കുറച്ച് താമസിച്ചു പോയെന്ന്. പക്ഷേ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, നിന്നോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി.